ഇത് നമ്മുടെ ചെറുക്കനും ചുമ്മാ ഒരു ട്രെയിനിങ് പോലെ കൊടുത്തേട്ടാ. ട്രെയിനിങ് ഒന്നുമല്ല, ഞാൻ അവനെ ആദ്യം അഴിച്ചു വിട്ടു. ഞാൻ പിന്നെ പതിയെ പുറകെ പോകുന്നത്. കാരണം വഴിയൊക്കെ മനസ്സിലായോന്നൊന്നും അറിയാനും വേണ്ടി. പിന്നെ നമ്മളില്ലാത്തപ്പോൾ ചിലപ്പോൾ വൈകിട്ട് സമയം വീട്ടുകാരെ അഴിച്ചു വിട്ടാലും നേരെ ഇങ്ങനെ പോന്നോളണം. അല്ലെ പിന്നെ പുല്ല് പോലായിരിക്കും നമ്മൾ കെട്ടണം. ഈ പുല്ലിൽ നിന്ന് പറിച്ചിട്ടാണേലും വൈകിട്ട് ഇങ്ങനെ തനിയെ പോന്നോളും. നമ്മുടെ ആദ്യത്തെ എല്ലാ പോത്തുകളും അതേപോലെ ഈ വൈകിട്ട് സമയത്ത് ഈ പുല്ല് ഞാൻ കെട്ടിയിട്ടാണ് പോണേ. ആ പുല്ലിൽ നിന്ന് പൊട്ടിച്ച് നേരെ ഇങ്ങനെ പോരും. വേറെ അങ്ങോട്ട് ഓടാൻ നിൽക്കില്ലായിരുന്നു. നമ്മൾ കൂടെ ഉള്ളപ്പോൾ അവന്മാർ കളിപ്പിക്കുമായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ട് ഓടിയിട്ടൊക്കെ. പക്ഷെ തനിയെ പോകുന്ന സമയത്ത് കറക്റ്റായിട്ട് കൂട്ടി വന്ന് നിൽക്കുമായിരുന്നു. നമ്മുടെ എല്ലാ പോത്തുകളും ഇപ്പോൾ കൊടുത്ത ലാസ്റ്റ് 2 പോത്തടക്കം അങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു. അത് കാരണം നമുക്ക് തലവേദന കുറവായിരുന്നു. പക്ഷെ നമ്മൾ കൂടെ ഉള്ള ദിവസം ഒന്നും പറയേണ്ട, നമ്മളെ വെള്ളം കുടിപ്പിക്കും. അങ്ങനത്തെ കുറച്ച് ഉപകാരങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കയറെ കയറി പിടിച്ചതെന്ന് പറഞ്ഞാൽ പശുവിനുള്ള പുല്ല് എത്തി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ എത്ര വയറ് അറിഞ്ഞിട്ട് വന്നാലും ആ പുല്ലേട്ട് 2 കടി അടിക്കും. അത് കടിക്കണോണ്ടല്ല, അത് മൊത്തം വലിച്ചു വാരി തൂവിക്കളയും. അപ്പോൾ പിന്നെ വെള്ളത്തിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ പശു